പ്ലാനിങ്ങോടുകൂടി ഹോർട്ടിക്കൾച്ചറിൻ്റെ ആ ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ നിലമെല്ലാം ഒരുക്കുന്നത്. ഒരുക്കി കഴിഞ്ഞ് നമ്മൾ ശീതകാലം പച്ചക്കറികൾ തുടങ്ങേണ്ട സമയമാവില്ല, ഡിസംബർ. ആ സമയത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുഴിയെല്ലാം ഒരുക്കിയത്. കാർഷിക മേഖലയിലെ നൂതന ഇടപെടലുമായി പ്രവാസി വ്യവസായി കണ്ണൂർ പെരളശ്ശേരി സ്വദേശി അനൂപാണ് കാർഷിക മേഖലയിൽ ഉൽപാദന വളർച്ചയ്ക്കൊപ്പം വരുമാന വർധനവിനും നൂതന സംവിധാനം തയ്യാറാക്കുന്നത്. ഖത്തറിൽ നിരവധി വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നതിനിടെയാണ് കാർഷിക രംഗത്തും ഇറങ്ങിയത്. എലമംകുറ്റൂർ പഞ്ചായത്തിലെ തേനം താളിച്ചാലിൽ 5 ഏക്കർ സ്ഥലം വിലക്ക് വാങ്ങിയാണ് കൃഷി. അവിടെയുണ്ടായിരുന്ന റബ്ബർ പൂർണ്ണമായും ഒഴിവാക്കി തെങ്ങ്, കവുങ്ങ് എന്നീ തൈകൾ വെച്ച് പിടിപ്പിച്ചു. മണ്ണിൽ വെള്ളത്തിൻ്റെ ഈർപ്പം എപ്പോഴും ലഭിക്കുന്നതിന് വേണ്ടി പോളിത്തീൻ ഷീറ്റ് വിരിച്ചാണ് തൈകൾ പാക്കിയത്. ഡ്രിപ്പ് ഇറിഗേഷൻ മാതൃകയിൽ വെള്ളവും ജൈവ ലായനിയും നൽകും. ഹോർട്ടിക്കൾച്ചറൽ കോർപ്പറേഷൻ സഹായത്തോടെ വാട്ടർ പമ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. വൈദ്യുതി ലഭ്യമാകാൻ 2 ആഴ്ച വൈകിയതോടെ ആദ്യം വെച്ച തൈകളിൽ ചിലത് ഉണങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം കണക്ഷൻ ലഭിക്കും. തെങ്ങിനും കവുങ്ങിനും ഇടയിൽ ഇടവിള കൃഷിയായി ചീരയും മറ്റു പച്ചക്കറികളും തയ്യാറാക്കും. മധുരക്കിഴങ്ങും ഇടവിള കൃഷിയായി തയ്യാറാക്കും. ഇവിടെ ഒരു പ്ലാനിങ്ങോടുകൂടി ഹോർട്ടിക്കൾച്ചറിൻ്റെ ആ ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ നിലമെല്ലാം ഒരുക്കുന്നത്. ഒരുക്കി കഴിഞ്ഞ് നമ്മൾ ശീതകാലം പച്ചക്കറികൾ തുടങ്ങേണ്ട സമയമാവില്ല, ഡിസംബർ. ആ സമയത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുഴിയെല്ലാം ഒരുക്കിയത്. അപ്പോൾ അതിന് നനയും കാര്യങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വൈദ്യുതി കണക്ഷനും വെള്ളം വേണം. അപ്പോൾ അത് തിരഞ്ഞെടുപ്പിൻ്റെ ആ സമയമായതുകൊണ്ട് ഡിലേയും കുറച്ച് കാര്യങ്ങളിലായതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അഗ്രികൾച്ചർ ഓഫീസിൽ നിന്ന് പേപ്പർ കിട്ടിയത്. അത് കിട്ടിയതിന് ശേഷം KSEBയിൽ അന്ന് തന്നെ നമ്മൾ അതിൻ്റെ അപേക്ഷ കൊടുത്തതാണ്. അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ KSEBയിൽ വിളിച്ച് പറയുകയും ചെയ്തതിന് ഇങ്ങനെ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ അത് ഒന്ന് പെട്ടെന്ന് ചെയ്തു തരണമെന്ന്. അവർ മനഃപൂർവ്വമാണോ അല്ല അവരുടെ മറ്റുള്ള പ്രശ്നങ്ങളാണോ അറിയില്ല, ഒരു ആഴ്ച അവർ വൈകിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളെ വാഴകളെല്ലാം ഏകദേശം 500 വാഴ നട്ടത്. അത് ഏകദേശം ആദ്യം നമുക്ക് വെള്ളം എടുത്ത് നനയ്ക്കായിരുന്നു. പിന്നെ അത് സാധിക്കാണ്ട് വന്ന് നമ്മൾ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് റൂട്ട് സെറ്റിൽ കയറേണ്ടി വന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തതാണ് ഈ കണക്ഷനെല്ലാം ആവേണ്ടതായിരുന്നു. ഒരു പ്ലാനിങ് വരെ. തെങ്ങും കവുങ്ങും വളരുന്നതോടെ ഫാം ടൂറിസം എന്ന പദ്ധതി പ്രദേശത്ത് നടത്താനാണ് അനൂപ് ലക്ഷ്യമിടുന്നത്. കാർഷിക മേഖലയെക്കുറിച്ച് പഠിക്കാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് താമസ സൗകര്യം, വിശ്രമിക്കാനും മറ്റ് വിദൂരങ്ങളിൽ ഇടപെടാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കും. ഘട്ടം ഘട്ടമായി വിവിധ പച്ചക്കറികളുടെയും മറ്റ് വൃക്ഷ തൈകളുടെയും നഴ്സറിയും തയ്യാറാക്കും. ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് നല്ല കായ്ഫലം ലഭിക്കുന്ന തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. പഞ്ചായത്തുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, പാടശേഖര സമിതി എന്നിവർക്ക് ആവശ്യമായ കൺസൾട്ടൻസി സർവീസ്, മിഷനറി സർവീസ് എന്നിവയും ലഭ്യമാകുന്നുണ്ട് അനൂപിന്റെ നേതൃത്വത്തിൽ.